ഭാഗത്ത് നല്ല അടിപൊളി ഒരു പ്രൈവറ്റ് പൂൾ വില്ല നിങ്ങൾക്ക് വേണോ? അതും 1-2 പേരൊന്നുമല്ല, ഏകദേശം 20 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൈവറ്റ് പൂൾ വില്ല. അത് അതിമനോഹരം തന്നെ, അതിമനോഹരം. ഞാൻ ലാസ്റ്റായിട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഒരു ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കായൽക്കര വില്ല ലീ ഫോർട്ട്. മൊത്തം 5 കിടിലൻ റൂംസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കാർ പാർക്കിങ് അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. 3-4 കാർ ഈസിയായി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അത് അത്രയുള്ള ആക്സസ് നമുക്ക് കൂടി ഉണ്ട്. നമ്മുടെ താഴെ വരുന്നത് ഒരു ബെഡ്റൂമും, അതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂമും, അതിന് മുകളിൽ ഒരു ബെഡ്റൂമും, അങ്ങനെ മൊത്തം 5 ബെഡ്റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പൂള് കിടലിനായിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പോയി നമുക്ക് ഇന്നത്തെ ഉള്ളിലത്തെ റൂമുകൾ കാണിച്ചു തരാം. താഴെ അതുപോലെ തന്നെ കിച്ചൺ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വന്നാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കിച്ചൺ നമുക്ക് യൂസ് ചെയ്യാം. വായോ ജസ്റ്റ് നമുക്ക് ഇതിനുള്ളിൽ കയറാം. ഇത് നമ്മുടെ ഹോള് വരുന്നത്. ജസ്റ്റ് ഇവിടെ എല്ലാ ഗസ്റ്റിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ്. ചെറിയൊരു ഡൈനിങ് ടേബിളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് നമുക്ക് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അതിൽ TV ഉണ്ട്, അതുപോലെ AC ഉണ്ട്, പിന്നെ ബാത്റൂം. എല്ലാത്തിലും നമുക്ക് ഹീറ്റർ അവൈലബിൾ ആണ് കേട്ടോ. ഹീറ്റർ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കിച്ചൺ കാണിച്ചു തരാം. ഇതിലൊരു കിച്ചൺ നമ്മൾ പറഞ്ഞല്ലോ, കിച്ചൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ വന്ന് ഇപ്പോൾ സ്പെഷ്യലി എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് പോയി നമുക്ക് ഇത് നമ്മുടെ ബാക്കിലേക്ക് ഇറങ്ങാനുള്ള കാർ പോർച്ചിലേക്ക് ഇറങ്ങാനുള്ള ഒരു എൻട്രൻസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസിൽ കാണിച്ചു തരാം. മൊത്തം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാട്ടോ ഓരോ ഇതുകൾ നമ്മൾ കാണിച്ചു തരാം, ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം വരുന്നത് 3 റൂംസാണ്. അത് ഏതൊക്കെ നല്ല ഡിസൈൻസ് ആയിട്ട് കുറേ കലാവിരുദ്ധകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഇത് 3rd റൂമാണ്. 103 ആണ്. ഇത് 102. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടേക്കൊക്കെ വരാം കേട്ടോ. ഇവിടെയൊക്കെ ഗെയിംസ് കളിക്കാനുള്ള സെറ്റപ്പ്, അതായത് ക്യാരംസ്, അതുപോലെ ചെസ് ബോർഡും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. കാണിച്ചു തരാം. ഇതിനുള്ളിൽ ബോർഡും കരിക്കളൊക്കെ അത് നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ചെറിയൊരു ഡൈനിങ് ടേബിളും സെറ്റപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സോഫ സെറ്റ് ഫസ്റ്റ് ആദ്യം റൂമിൽ കാണാം. പിന്നെ അതുപോലെ എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഗെയിം കളിക്കുമ്പോൾ TV കാണാനായിട്ട് ഒരു ചെറിയൊരു TV യൂണിറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 40 ഇഞ്ചിൻ്റെ ഒരു അടിപൊളി ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ ഓൾറെഡി ഇവിടെ നിന്ന് നേരെ തന്നെ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ ഡയറക്റ്റ് ഒരു കായൽ വ്യൂ ഉണ്ട്. ആ ഒരു വ്യൂ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്ക് നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മുടെ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ റൂമിലേക്ക് ആദ്യം പോവാം. ഇവിടെ ചെറിയൊരു ഷെൽഫും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അതായത് ഫസ്റ്റ് ഫ്ലോറത്തെ ഫസ്റ്റ് ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പീഷ്യസ് ആണ്. നല്ലൊരു ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത വേറെയും കാര്യം പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഒരു ബെഡ് വരുന്നത്. വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ എടുത്ത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബാത്റൂം സ്പീഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. വിത്ത് ഹീറ്ററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതല്ല അതിൻ്റെ പ്രത്യേകത. ഈ റൂമിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ പൂളിലേക്ക് ആക്സസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു പൂൾ വ്യൂ കിട്ടും ചെയ്യും. അതുപോലെ നല്ലൊരു ആക്സസ് കിട്ടും ചെയ്യും. ആ പൂളിലേക്കുള്ളത് അടിപൊളി ഗ്രാൻഡ് പൂളാണ്. അതുപോലെ അടുത്ത റൂമുകൾ നമ്മൾ കാണിച്ചു തരാം. ഇനി നമ്മൾ സെക്കൻഡ് റൂമിലേക്ക് കാണിച്ചു തരാം. ഭയം. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഇതിൽ നിന്ന് തന്നെയാണ് 3 റൂം ഡിവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് റൂമാണ്. അത്യാവശ്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു വലിയ ഹ്യൂജ് ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ബാച്ചിലേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ 102 സെക്കൻഡ് റൂം വരുന്നത്. സെക്കൻഡ് റൂമിലും നല്ല രീതിയിലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പീഷ്യസ് ആയിട്ടൊരു ബെഡ് ഉണ്ട്. പിന്നെ അതുപോലെ കബോർഡും കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും യൂണിറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൽ നമുക്ക് സെയിം നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിലൊരു ബാത്റൂം സെറ്റപ്പ് വിത്ത് പൂളിലേക്ക് സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ട്. നിങ്ങൾ അവിടെ നിന്ന് പൂളിൽ നിന്ന് ഇപ്പോൾ സ്പെൻഡ് ചെയ്ത് വരാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് റൂമിലൂടെ അല്ലാതെ ഇതിൽ കൂടെ കയറാൻ പറ്റും. അത് ഭയങ്കര ഒരു ആക്സസ് ആണ്. കാരണം എന്ന് വെച്ചാൽ പൂളിൽ കൂടെ നമുക്ക് സെപ്പറേറ്റ് ഒരു എൻട്രൻസ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് ഇവിടെ വന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് റൂമിൽ കയറാൻ പറ്റും കേട്ടോ. ഇതിൽ നിന്ന് പൂളിലേക്കുള്ളൊരു എൻട്രൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ്. ഈ 2 റൂമുകൾ ഭയങ്കര കണക്റ്റഡ് ആണ്. അതേപോലെ 3rd റൂം കൂടി കാണിച്ചാണ്. പറയാൻ പറഞ്ഞു പോയി. എല്ലാം അതിൽ AC ഉണ്ട് കേട്ടോ. AC അതേപോലെ ബാത്റൂമിൽ ഹീറ്റർ അവൈലബിൾ ആണ്. നമുക്ക് 3rd റൂം കാണിച്ചു തരാം.
തേർഡ് റൂം ഇവിടെ തന്നെയാണ്. നമ്മുടെ ഈ ഒരു മെയിൻ എൻട്രൻസിൽ തന്നെയാണ് 3 റൂംസ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ തേർഡ് റൂം 103 ആണ്. ഇതാണ് നമ്മുടെ 103ാമത്തെ തേർഡ് റൂം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തേർഡ് റൂം ഇതേപോലെ തന്നെ നമ്മൾ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു സ്പേഷ്യസ് ബെഡ്, ചെറിയൊരു ഡൈനിങ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ചെറിയൊരു ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും വെക്കാനായിട്ട് എല്ലാവരും സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം നോക്കാം. ബാത്റൂം ഒരു രക്ഷയിലായിട്ട് ഏകദേശം ഒരു ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പമുണ്ട്. നോക്കിയാൽ സ്പീഷ്യസ് ആയിട്ട് ബാത്റൂം തന്നെയാണ്. ഓടി കളിക്കാന്ന് പറയില്ല അതേപോലെ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിലും മറ്റതുപോലെ തന്നെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും നമുക്ക് പൂളിലേക്കുള്ള എൻട്രൻസ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് പൂളിലേക്ക് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് ബാത്റൂമിൽ കയറാണ്ട് ബെഡ്റൂമിൽ കയറാണ്ട് ഡയറക്റ്റ് ബാത്റൂമിൽ തന്നെ കയറാൻ പറ്റും. അത് 3 റൂമിന് ഒരു സ്പെഷ്യലായിട്ട് ചെയ്തേക്കാണ്. ഇതിൽ നിന്നും ഡയറക്റ്റായിട്ട് നമുക്ക് പൂളിലേക്ക് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ 3 റൂമിലായാലും സ്പെഷ്യൽ തന്നെയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പോയി. ഇതിന് മുകളിലേക്ക് ഒരു ഫ്ലോർ കൂടി ഉണ്ട്. അവിടെ അടിപൊളി ബെഡ്റൂം കയറുന്നുണ്ട്. നമുക്കത് കാണിച്ചു തരാം. വാ, അത് ബാൽക്കണി കയറി വേണം. വാ, സെക്കൻഡ് ഫ്ലോറിൽ കയറി. ഇതിന് മുകളിലിപ്പോൾ ഓരോ റൂമും നല്ല വിശാലമായി കിടക്കുന്ന കേട്ടാ. ഇവിടെയും ഒരു മോശമില്ല, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമുക്കൊരു റൂം കാണിച്ചു തരാം. ഇത് 104 ആണ്, 104ാമത്തെ റൂം. ഇവിടെ നമ്മൾ കാണിച്ചു തരാം. ഇതും എല്ലാ റൂമും നല്ല വിശാലമായ റൂമാണ്. വിത്ത് TV യൂണിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും AC അവൈലബിൾ ആണ്. കബോർഡ് ഉണ്ട്. വാഷ്റൂം, ഇതാണല്ലോ മെയിൻ ഇമ്പോർട്ടൻസ്. ജസ്റ്റ് അത് കാണിച്ചു തരാം. ഭയങ്കര വിശാലമായ ബാത്റൂംസ് ആണ്. അതേപോലെ ഹീറ്റർ, എല്ലാത്തിലും ഹീറ്റർ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് കിടക്കാനുള്ളൊരു ഡോറ് വേറെ സെപ്പറേറ്റ് കാണിച്ചു തരാം. നമ്മുടെ ബാൽക്കണി കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഇവിടുന്ന് വേറെ സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അതുപോലെ ഇരിക്കാനുള്ള ചെയർ ഉണ്ട്. അതൊക്കെ പക്ഷേ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഓടി കളിച്ച് നടക്കാനുള്ള സ്ഥലമുണ്ട്. ഞാൻ നടന്ന് വയ്യാണ്ടായിട്ടാ. ബാ, ഇതിൻ്റെ മുകളിലേക്ക് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് അല്ലേ. മുകളിലൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഏരിയ തന്നെ ഏകദേശം ഞാൻ പറയണു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഒരു കോവളത്ത് ഇതേപോലെ ഒരു പ്രൈവറ്റ് പൂൾ വീല കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യം തന്നെയാണ്. കാരണം അധികം പൂൾ വീലുകൾ ഇല്ലാത്തതാണ്. അപ്പോൾ ഇതേപോലെ നല്ലൊരു സ്പേഷ്യസ് ആയിട്ട് സ്ഥലം കിട്ടാന്നുണ്ടെങ്കിൽ വേറെ ഇല്ലല്ലേ. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 രീതിയിൽ, അതായത് 2 ടൈപ്പ് എൻട്രൻസ് ഉണ്ട്. ഇപ്പോൾ ആ സൈഡ് നമ്മൾ കയറി വന്ന പോലെ ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് വരുന്നത് ആ അതിലേക്ക് തന്നെയാണ്. ഇവിടെ നിന്നും പൂൾ വ്യൂ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് എൻട്രൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ പൂള് അത് കാണണ്ടേ. വാ, ഇവിടെ നമ്മുടെ ബാർബിക്യൂ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി എല്ലാവർക്കും കൂടി എൻജോയ് ചെയ്ത് ബാർബിക്യൂ ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂളിലേക്കുള്ള എൻട്രൻസ്. ഓക്കെ, ഗംഭീര പൂളെന്ന് പറയണമെങ്കിലേ ചെറിയ പൂളൊന്നുമല്ല, അത്യാവശ്യം നല്ല വലിയൊരു പൂളല്ലേ. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ പറഞ്ഞത്. ഏകദേശം ഒരു 20 പേര് വന്നാലും 20 പേര് മാത്രമല്ല കേട്ടോ, ഫാമിലീസായിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും. ഫാമിലീസ് ഫ്രണ്ട്സായിട്ട് എത്ര പേർക്കും നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ നന്നായിട്ട് വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ്. അടിപൊളിയായിട്ടില്ലേ സംഭവം. കളറായിട്ട് പൂളിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് നമ്മളൊരു ടൂറിൽ എപ്പോഴും ഒരു പൂളുണ്ടെങ്കിൽ അതിനൊരു ഭംഗിയും അതിൻ്റെ ഒരു ചില്ലിങ്ങും ഒക്കെ വേറെ തന്നെയാണ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പം ഇനി ഇതൊന്ന് പോയിട്ട് നമ്മളൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വന്നൊന്ന് ഇറങ്ങാം. ജസ്റ്റ് തന്നെ വന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാ കേട്ടോ.
അപ്പം നൈറ്റ് നമ്മുടെ പൂൾ എങ്ങനെ ഇരിക്കുന്ന അറിയണ്ടേ? ജസ്റ്റ് നമുക്ക് നൈറ്റുള്ള വിഷ്വൽസും കാണിച്ചു തരാം. കാരണം ലൈറ്റിലൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ പൂളിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. വാ, പിന്നെ അതേപോലെ ഈ ഒരു വില്ല നോക്കിയൊക്കെ മൊത്തത്തിലൊരു ആംബിയൻസ് ഭയങ്കര ലുക്കല്ലേ, ഭയങ്കര കാമൻ ക്വൈറ്റാണ്. നേരിട്ട് നമ്മുടെ കായലും അതേപോലെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തത് ഭയങ്കര സെറ്റപ്പാണ്. വാ, നമുക്ക് ഇനി പുള്ളിയിലേക്ക്